ഹലോ, എല്ലാവർക്കും നമ്മളുടെ ഈവനിങ് വ്ളോഗിലേക്ക് സ്വാഗതം. പിന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? ഇന്ന് നമ്മളൊരു ചെറിയൊരു ഡിന്നർ പ്രിപ്പറേഷൻ വ്ളോഗാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മൾ ഡിന്നറിനായിട്ട് ഒരു ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് കുക്ക് ചെയ്യുന്നത് നമ്മളെ വീട്ടിലെ സൂപ്പർ ഷെഫായ ഏട്ടനാണ്. പുള്ളി ഉണ്ടാക്കുന്ന എല്ലാ ഫുഡും അത്യാവശ്യം നല്ല ടേസ്റ്റാണ്. അപ്പം അതിനു വേണ്ടി നമ്മൾ ആദ്യം ഒരു ചട്ടി വെച്ച് അതിനകത്ത് ബട്ടർ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ഇടാൻ പോകുന്നത് ഗാർലിക്കും ജിഞ്ചറും സ്ലൈസ് ചെയ്ത് വെച്ചതാണ്. കൂടെ ഒരു 2 പച്ചമുളക് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഈ ഗാർലിക്കൊക്കെ സോട്ട് ചെയ്ത് വരുമ്പോൾ അതിനൊരു നല്ല സ്മെല്ല് കിട്ടും. അതിനുശേഷം നമ്മൾ അതിലേക്ക് കുഞ്ഞു കുഞ്ഞിതായിട്ട് അരിഞ്ഞ് മസാല പുരട്ടി വെച്ച് ചിക്കനാണ് ഇടുന്നത്. അപ്പം അതും ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല തിളപ്പിച്ച് വെച്ച വെള്ളം അതിനകത്ത് ഒഴിക്കുക കേട്ടോ. അപ്പം ഈ വെള്ളത്തിൽ അതെല്ലാം നന്നായിട്ടൊന്ന് ബോയിലായി വരണം. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ക്യാപ്സിക്കം, ക്യാബേജ്, സെലറി, പിന്നെ ബീൻസും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് അതിലേക്ക് ഇട്ടിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ബോയിൽ ചെയ്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കൂടെ നമ്മൾ അത് കഴിഞ്ഞ സ്പീഡിൽ കുറച്ച് സോയ സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. ആപ്പിൾ സിഡർ വിനീഗർ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈം ജ്യൂസും ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ലൈമിൻ്റെ ഹാഫ്. പിന്നെ പെപ്പർ പൗഡർ ഇട്ടു. പിന്നെ കൂടെ സോൾട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് നന്നായിട്ട് ഇനി ബോയിലായി വരണം. ബോയിൽ ചെയ്ത് വരുമ്പോൾ നമ്മൾ കോൺഫ്ലോർ മിക്സ് ചെയ്ത് വെച്ചത് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. കോൺഫ്ലോർ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ തണുത്ത വെള്ളത്തിൽ വേണേൽ മിക്സ് ചെയ്യാൻ. എന്നിട്ട് അത് ഇതിലൊന്ന് ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ഒന്ന് കട്ടിയായി വന്നു. പിന്നെ നമ്മൾ കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ സ്പ്രിംഗ് ഒനിയൻ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നന്നായി ബോയിലായി വന്നപ്പോൾ അടുത്തത് നമ്മൾ ഒഴിക്കുന്നത് ഇതിനകത്ത് എഗ്ഗാണ്. എഗ്ഗ് ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കണ്ടായിരുന്നു, പക്ഷെ ഇളക്കിപ്പോയി.